പറ്റി ഒന്നും പറയണ്ട, വെറുതെ ജിഹാദിക്ക് മൈലേജ് കൊടുക്കണ്ട എന്ന് കരുതിയതാണ്. TG മോഹൻദാസ് സർ അതിനെപ്പറ്റി ഒരു ഓൺലൈൻ ചാനലിൽ സംസാരിച്ച സ്ഥിതിക്ക് എന്നാൽ പിന്നെ പറയാനുള്ളതങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളും നിയമനിർവഹണവും പിടിമുറുക്കും തോറും ജിഹാദികളും അവരുടെ മോഡസ് ഒപ്രാണ്ടിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിന്റെ തെളിവാണ് ധർമ്മസ്ഥല ജിഹാദ്. ഏതാണ്ട് 800 വർഷം പഴക്കമുള്ള ദേവസ്ഥാനമാണ് ധർമ്മസ്ഥല. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ അത് നടത്തിക്കൊണ്ടുപോകുന്നത്. വൃത്തിയിലും വെടുപ്പിലും പരിപാലനത്തിലും ഒക്കെ മികച്ച സംവിധാനങ്ങളാണുള്ളത് അവിടെ. ലക്ഷക്കണക്കിന് ഭക്തന്മാരും അവിടെ എത്തുന്നുണ്ട്. ധർമ്മസ്ഥല, കുക്കെ, സുബ്രഹ്മണ്യ ക്ഷേത്രം, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ദക്ഷിണ കർണാടകയിലെ ഒരു പിൽഗ്രിം സർക്യൂട്ടാണിത്. ഇനി ആരോപണം ശ്രദ്ധിക്കുക. ഒരു ശുചീകരണ തൊഴിലാളി പറയുന്നു, ബലാത്സംഗം ചെയ്തു കൊന്ന അനേകം പെൺകുട്ടികളുടെ ശരീരങ്ങൾ ഞാൻ ധർമ്മസ്ഥലയിലെ കാട്ടിൽ മറവ് ചെയ്തിട്ടുണ്ട്. അനേകം പിന്നീട് 100 300 ഇപ്പോൾ 500 ഈ ചെറിയ സ്ഥലത്തു നിന്ന് ഇത്രയും പേര് മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ എത്ര മാൻ മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ 3 4 കേസുകൾ മാത്രം. എവിടെയാണ് ഈ ശരീരങ്ങൾ മറവ് ചെയ്തത്? അത് കാട്ടിലാണ്. പക്ഷേ 10 വർഷമായത് കാരണം സ്ഥലം കൃത്യമായി ഓർമ്മയില്ല. ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? അത് പറയില്ല. പറഞ്ഞാൽ എനിക്ക് അപകടമാണ്. കാട്ടിൽ ശരീരം മറവ് ചെയ്ത സ്ഥലം കാണിച്ചു തരാൻ വിളിച്ചപ്പോൾ അയാൾ പറയുന്നു, ഇവിടല്ല, എല്ലാം നേത്രാവതി പുഴയിൽ ഒഴുക്കി. ഇത്രയുമാണ് ഇതുവരെയുള്ള തെളിവുകളും ആരോപണങ്ങളും. ഉത്തര കേരളത്തിലെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിമാർ ഇവിടെ പണി കഴിഞ്ഞാൽ സ്ഥിരമായി സ്ഥലം വിടുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തമായ സാന്നിധ്യമുള്ള ഇതേ ദക്ഷിണ കർണാടകയിലെ മംഗലാപുരത്തേക്കാണ്. അവിടെ നിന്ന് അത്ര ദൂരെയല്ല ബെൽത്തങ്ങാടി എന്ന ജിഹാദി സാന്നിധ്യമുള്ള സ്ഥലവും ധർമ്മസ്ഥലയുമല്ല. ഈയിടെ ആ ഭാഗത്തു നടന്ന സുഹാസ് ഷെഡ്ഡി എന്ന സ്വയം സേവകന്റെ കൊലപാതകം ഓർക്കുക. മംഗലാപുരം കേന്ദ്രമായി നടക്കുന്ന എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളുടെയും വേരുകൾ കൃത്യമായി എത്തുന്നത് കേരളത്തിൽ തന്നെ. ധർമ്മസ്ഥല ജിഹാദിലും ഇത് തന്നെയാണെന്ന് ഉറപ്പാണ്. ഇത്തരമൊരു ആക്രമണത്തിന് എന്തുകൊണ്ട് ധർമ്മസ്ഥല ജിഹാദികൾ തെരഞ്ഞെടുത്തു? പല കാരണങ്ങളുണ്ട്. പണ്ട് റെയിൽവേ സ്റ്റേഷനിലും റെസ്റ്റോറന്റുകളിലും സ്ഫോടനം നടത്തിയിരുന്ന ജിഹാദികൾ ഇപ്പോൾ അല്പം മാറ്റി പിടിച്ചിരിക്കുകയാണ്. മിക്ക സ്ഫോടന കേസിലും പ്രതികൾ പിടിക്കപ്പെടുന്നു. ബാംഗ്ലൂരിലെ രാമേശ്വരം കഫേ സ്ഫോടനം, കേരളത്തിലെ ട്രെയിൻ സ്ഫോടനം ഇവയൊക്കെ ഓർക്കുക. ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടുന്നില്ല. അതിനാൽ ഹിന്ദു സ്ഥാപനങ്ങൾ ആക്രമിക്കുക അഥവാ ആരോപണങ്ങൾ ഉന്നയിക്കുക, ജിഹാദി മാപ്രകളെ വാടകയ്ക്കെടുത്ത് അത് വാർത്തയാക്കുക. സംഗതി അവസാനം ഒരു തെളിവുമില്ലാതെ ചീറ്റിപ്പോകും. പക്ഷെ അപ്പോഴത്തേക്കും സഖാവ് കുമാരപ്പിള്ള പറഞ്ഞ പെണ്ണുകേസ് ഉണ്ടാക്കി മാന്യന്മാരെ നാറ്റിക്കുക, നല്ലൊരു സ്ഥാപനത്തെ സംശയത്തിന്റെ നിഴലിലാക്കുക എന്ന ലക്ഷ്യങ്ങൾ സാധിച്ചിരിക്കും. കോയമ്പത്തൂരിന്റെ സദ്ഗുരുവിന്റെ ആശ്രമത്തിനെതിരായി ഇതുപോലെ ലൈംഗിക ആരോപണങ്ങൾ വന്നതോർക്കുക. സുപ്രീം കോടതി അതെല്ലാം അന്വേഷിച്ചു, ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷേ 1 വർഷത്തോളം കമ്മികളും ജിഹാദികളും ദ്രാവിഡോളുകളും ഗ്രാൻഡ്സീസുകാരും ഹിന്ദു ധർമ്മത്തെ പറ്റി പറഞ്ഞ തന്തയില്ലായ്മകൾ ആലോചിക്കുക. അതിന്റെ തുടർച്ചയാണ് പാർട്ട് 2 ആണ് ധർമ്മസ്ഥല. ഇന്ത്യയിൽ കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ട് സുഡാപ്പി തീവ്രവാദികളുമായി ഏറ്റവും അടുപ്പമുള്ള സംസ്ഥാനമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക. ഗാഢമായ ബന്ധം എങ്ങനെ? ഒരു ആരോപണം വന്നാൽ ദീർഘകാലം അത് കത്തിച്ചു നിർത്താൻ ഭരണകൂടത്തിന് സഹായം ലഭിക്കും എന്ന ഉറപ്പാണ് ജിഹാദികൾ ധർമ്മസ്ഥല തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാരണം. കോയമ്പത്തൂർ ഇഷാശ്രമത്തിന് നേരെയുള്ള ആക്രമണത്തിലൂടെ അവർ സദ്ഗുരുവിന്റെ സൽപ്പേര് നശിപ്പിക്കാൻ ശ്രമിച്ച പോലെ ധർമ്മസ്ഥലയിൽ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ തലവനെയും അപകീർത്തിപ്പെടുത്താം. ശബരിമലയിൽ അയ്യപ്പനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുയായികൾ കൂടുകയാണുണ്ടായത്. അതുകൊണ്ട് ലക്ഷ്യമായിട്ട് ഇനി ദൈവം വേണ്ട, മനുഷ്യൻ മതി. മാതാ അമൃതാനന്ദമയി അപകീർത്തിപ്പെടുത്താൻ ബ്രിട്ടാസ് എന്ന കമ്മി ശ്രമിച്ചതോർക്കുക. ഇതെല്ലാം സനാതന ധർമ്മത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നതാണ് പൊതു സ്വഭാവം. മറ്റൊരു നടപടികൾ ജിഹാദികൾ ഇപ്പോൾ സർവ്വസാധാരണവും നൂറ്റാണ്ടുകളായി നിലവിലുള്ളതുമായ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ ആക്രമിക്കുന്നു എന്നതാണ്. ഇതിനും അവർക്ക് കമ്മികളുടെ സഹായം കിട്ടുന്നുണ്ട്. കാവിക്കെതിരെ ആക്രമണം, ഗുരുപൂജയ്ക്കെതിരെ ആക്രമണം, ഈ കഴിഞ്ഞ പിതൃബലി തർപ്പണത്തിന് പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘടിതവും ആസൂത്രിതവുമായ മിലീഷ്യസ് ക്യാമ്പയിൻ നടന്നു. പലയിടത്തും ബലിതർപ്പണം താറുമാറാക്കാൻ കമ്മ്യൂണിസ്റ്റ് ദേവസ്വം ബോർഡ് അറിഞ്ഞു കളിച്ചു. അവസാനം ആറന്മുള വള്ളസദ്യ വാണിജ്യവൽക്കരിക്കാൻ ഒരുങ്ങിയതും ഹിന്ദു വിശ്വാസ് ചാനൽ ഇടപെടലിനെ തുടർന്ന് അത് നിർത്തലാക്കിയതും നമ്മൾ കണ്ടതാണ്. ഇനി ധർമ്മസ്ഥലയിലെ ജിഹാദി സാന്നിധ്യം അറിയാൻ വേറൊന്നുകൂടി ശ്രദ്ധിക്കുക.
ഈ വിഷയത്തെ ഒരു ആഗോള സംഭവമാക്കാൻ ശ്രമിക്കുന്നത് ഹമാസിന്റെയും ഐസിസിന്റെയും മുസ്ലിം ബ്രദർഹുഡിന്റെയും ജിഹായിയായ അൽ ജസീറയാണ്. അത്ര ആസൂത്രിതമാണ് ആക്രമണം. കേരളത്തിൽ പോലും ന്യൂസ് 80 അപർണയുടെയും മരംകള്ളന്റെ കോടാലി സ്മൃതിയുടെയും ഒക്കെ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ കമ്മി ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലായതിനാൽ ആക്രമണം അവിടെ വേറെ രീതിയിലാണ്. ശബരിമല ക്ഷേത്ര പരിസരത്ത് DMA-കാരൻ അണ്ണാച്ചിക്ക് അയ്യപ്പന്റെ വേറൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ദേവസ്വം ബോർഡ് അനുവാദം കൊടുത്തത്രേ. അതിന്റെ പേരിൽ അവൻ കോടികൾ പിരിച്ചു. സംഗതി ആരോ കേസ് കൊടുത്തപ്പോഴാണ് ജനം ഇതറിയുന്നത്. അവിടെ ഇരുന്ന് വിഴുങ്ങുന്ന തന്ത്രി ആർക്ക് സേവ ചെയ്യാനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കരുത്. ദീപസ്തംഭം മഹാചാര്യം അത്ര തന്നെ. ധർമ്മസ്വലയ്ക്ക് ശേഷം അടുത്തതാര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൃതിയുടെ ടൈറ്റിൽ.